എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞെടുത്തത് അല്ലേ. അതായത് നാം ഇപ്പോൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്ഥിര നിക്ഷേപം നടത്തുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാം ഇട്ട പൈസയേക്കാൾ കുറച്ചും കൂടി കൂടുതൽ പൈസ നമുക്ക് കിട്ടും അല്ലേ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ കയ്യിലും ഇപ്പം നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടാകുമോ? ഉണ്ടാവില്ല അല്ലേ. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നോക്കിയാൽ ഇപ്പം നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛന് ജോലി ഉണ്ടാവും, അമ്മയുടെ ജോലി അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലി ഉണ്ടാവും അല്ലേ. പക്ഷേ അവർക്കൊന്നും വലിയ വലിയ ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും ആയിരിക്കണം എന്നില്ല അല്ലേ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഓരോ മാസവും കിട്ടുന്ന പൈസ ഇപ്പം നമുക്കറിയാം വീട്ടിൽ വരുന്ന ചിലവുകൾ അല്ലേ. ഇപ്പം നമുക്ക് വേണ്ട ഇപ്പോൾ അരി, അതുപോലെ തന്നെ പച്ചക്കറികൾ, അങ്ങനെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങണം. പിന്നെ നമുക്കറിയാം ഇപ്പോൾ കറണ്ട് ബില്ല് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബില്ല് കൊടുക്കണം, അല്ലെങ്കിൽ ഗ്യാസ്, പിന്നെ വൈഫൈ ഉള്ള വീടുകളാണെങ്കിൽ വൈഫൈക്ക് കാശ് കൊടുക്കണം അല്ലേ. അതുപോലെ മൊബൈൽ ചാർജ് ചെയ്യാൻ നല്ലൊരു കാശ് വേണം. പിന്നെ നമുക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ യൂണിഫോം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പുസ്തകങ്ങൾ, മറ്റു കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നല്ല ചിലവുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ചിലപ്പോൾ സ്കൂളിലേക്ക് നമ്മൾ ബസ്സിനായിരിക്കും പോവുക, അതായത് സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിന് പൈസ കൊടുക്കണം അല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പനിയോ തലവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കണം, അപ്പോൾ മരുന്ന്, അപ്പോൾ അത് മറ്റൊരു ചിലവ്. അങ്ങനെ ഈ എല്ലാ ചിലവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ കിട്ടുന്ന പൈസ ഇതിനൊന്നും തികയാതെ വരും അല്ലേ. അപ്പോൾ അവർക്ക് ബാങ്കിൽ ഇടാനുള്ള പൈസയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോഴാണ് ഈ ബാങ്കിൽ നിന്ന് കടമെടുക്കുക അല്ലേ. നമുക്ക് ബാങ്കിൽ നിന്ന് കടമെടുക്കാനും പറ്റും. പക്ഷെ അവിടെ എന്താണ് പ്രശ്നം? ഇപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ കുറച്ചും കൂടി പൈസ കൂടി കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയപ്പോൾ 9% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 90 രൂപ കിട്ടും അല്ലേ. അതല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു 10000 രൂപ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9% അനുസരിച്ച് നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഒരു 900 രൂപയും കൂടി കൂടുതൽ കിട്ടും അല്ലേ. അപ്പം ഇതിൻ്റെ കൂടെ ഒരു 900 രൂപയും കൂടി നമുക്ക് കൂടുതൽ കിട്ടും. അതേസമയം നാം ബാങ്കിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, ബാങ്കിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ അവിടെ ഈ 9% ആയിരിക്കില്ല ബാങ്കുകാർ വാങ്ങാം. അവിടെ ഇപ്പം എത്രയായിരിക്കും? അവിടെ ഒരു 14% അല്ലെങ്കിൽ 15% ഒക്കെയാണ് ബാങ്കുകാർ വാങ്ങുക. മനസ്സിലായല്ലോ. അതായത് നാം ഇപ്പോൾ ബാങ്കിൽ നിന്നൊരു 10000 രൂപ കടമെടുത്തു കഴിഞ്ഞാൽ, 10000 രൂപ ഞാൻ ഇപ്പോൾ ബാങ്കിൽ നിന്ന് കടമെടുത്തു, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത കൊല്ലം ബാങ്കിന് എത്ര കാശ് കൊടുക്കേണ്ടി വരും? ഞാൻ ഉദാഹരണം പറയാണ്. അതായത് ഇതനുസരിച്ചുകൊണ്ട് ഒരു 1400 രൂപയെങ്കിലും നമ്മൾ കൂടുതൽ കൊടുക്കണം. മനസ്സിലായില്ലേ. അപ്പോൾ നാം 10000 രൂപ എടുത്തപ്പോൾ നമുക്ക് തിരിച്ചെത്ര കൊടുക്കേണ്ടി വരും? 1400 രൂപ കൂടി കൂടുതൽ കൊടുക്കണം. മനസ്സിലായല്ലോ. അതേസമയം നാം 10000 രൂപ ഇട്ടപ്പോഴോ നമുക്ക് എത്ര കിട്ടുന്നുള്ളൂ? 900 അല്ലേ, 900 രൂപ മാത്രമേ നമുക്ക് കൂടുതൽ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങോട്ട് എത്ര കൂടുതൽ കൊടുക്കണം? 1400 രൂപ കൂടുതൽ കൊടുക്കണം. അതാണ് ബാങ്കിൻ്റെ കളി. മനസ്സിലായല്ലോ. അതായത് നമുക്ക് തരുമ്പോൾ ഇപ്പോൾ 900 രൂപ തരാണെങ്കിൽ അങ്ങോട്ടാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? നാം ഇപ്പോൾ 1400 രൂപ, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ ബാങ്കിൽ നിന്ന് പൈസ കടമെടുത്തിട്ട് അവസാനം അടക്കാൻ പറ്റാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ബാങ്കുകാർ വന്നിട്ട് നമ്മളെ വീടും മറ്റു കാര്യങ്ങളൊക്കെ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താവും? നമ്മുടെ വീടും പോവും, പറമ്പും പോവും, ഒക്കെ പോവും. എടുത്ത കടം തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ, മനസ്സിലായല്ലോ, തിരിച്ചടക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ബാങ്കുകാർ എന്ത് ചെയ്യും? നമ്മുടെ വീടും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം. ഇനി ചില കടങ്ങൾക്ക്, അതായത് ഇപ്പോൾ നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക്, അഗ്രികൾച്ചർ അല്ലെ, നമുക്ക് കൃഷിക്ക് ആവശ്യമായ ചില ലോണുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ബാങ്കിൽ നിന്ന് കടം എടുക്കുകയാണ്, എന്താണ്, അവിടെ നമുക്ക് ഇത്രയൊന്നും കൊടുക്കേണ്ടി വരില്ല. അവിടെ ചിലപ്പോൾ ഇതിനേക്കാൾ കുറവായിരിക്കും, ഒരു 4% അല്ലെങ്കിൽ 5% ആയിരിക്കും കൊടുക്കേണ്ടി വരിക. മനസ്സിലായോ. അപ്പോൾ ഈ 10000ൻ്റെ കൂടെ ഒരു 4% അല്ലേ, അപ്പോൾ ഒരു 400 രൂപ മാത്രം കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തിരിച്ചടക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 400 രൂപയും കൂടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 500 രൂപയും കൂടി കൊടുത്താൽ മതി. അതേസമയം നാം വീട് പണിക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നൊക്കെ കടമെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വണ്ടി വാങ്ങാനൊക്കെ കടമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഒരു സംഖ്യയാണ് പലിശയായിട്ട് നമ്മൾ ബാങ്കിന് കൊടുക്കേണ്ടതായി വരിക. ഇവിടെ നോക്കിയാൽ ഒരാൾ 25,000 രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തു. മനസ്സിലായത്, ബാങ്കിൽ നിന്ന് കടമെടുത്തു. ഓക്കെ. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു അതിൻ്റെ ഇൻട്രസ്റ്റ് 6%. അപ്പോൾ എന്ത് കടമാണ് എടുത്തത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അഗ്രികൾച്ചറിന്, അതായത് കൃഷിക്കൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കുറവായിരിക്കും ഞാൻ പറഞ്ഞു അല്ലേ. അതല്ല വീട് വെക്കാനും മറ്റുള്ളതൊക്കെ ആണെങ്കിൽ 6% ആയില്ല, അത് 15%, 16% ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇദ്ദേഹം കൃഷിക്ക് വേണ്ടിയിട്ടാണ് കടം എടുത്തത്. അപ്പോൾ ഇവിടെ 6% മാത്രമേ പലിശ ഉള്ളൂ.
അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഇയാൾ എത്ര കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും ബാങ്കിന്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ 25,000 രൂപ എന്ന് പറഞ്ഞാൽ 6% എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 6 രൂപ അല്ലേ? അങ്ങനെയാണെങ്കിൽ 25,000 രൂപയ്ക്ക് എത്ര രൂപ തിരിച്ചടക്കേണ്ടി വരും? പലിശ വരും. അപ്പോൾ ഇതിൽ എത്ര 100 ഉണ്ടെന്ന് നോക്കാം അല്ലേ? അത് ഞാൻ എന്താണ് എളുപ്പപ്പണി പറഞ്ഞു തന്നത്? ഈ 2 പൂജ്യം 100-ൽ 2 പൂജ്യമാണ്, അതുകൊണ്ട് 2 പൂജ്യം അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എത്ര വന്നു? 250 അല്ലേ? അപ്പോൾ 250 100കൾ ഇതിലുണ്ട് അല്ലേ? അപ്പോൾ ഒരു 100-ന് 6 രൂപയാണെങ്കിൽ 250 6 രൂപ വെച്ചിട്ട് 250 അല്ലേ? 250 100-ന് എത്ര പൈസ വരും? 6 × 250 അല്ലേ? അപ്പോൾ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 1500 കിട്ടും അല്ലേ? അപ്പോൾ ഇത്ര രൂപ പലിശയായിട്ട് കൊടുക്കണം. അപ്പോൾ ഇയാൾ ആകെ എത്ര പൈസ കൊടുക്കണം? ആകെ എടുത്ത കാശും കൊടുക്കണം. അതായത് 25,000 രൂപ എടുത്തത് ബാങ്കിൽ നിന്ന് എടുത്ത പൈസ, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് 1500 രൂപ ഇൻട്രസ്റ്റും കൂടി കൊടുക്കണം അല്ലേ? അപ്പോൾ എത്ര വരും? അപ്പോൾ 5, 6, 2 അല്ലേ? അപ്പോൾ 26,500 രൂപ ഇയാൾ ബാങ്കിലേക്ക് തിരിച്ചടക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും ഇനി ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 106-ൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇവിടെ നോക്കിയേ, ഇവിടെ ശ്രീഷ എന്ത് ചെയ്തു? ശ്രീഷ ഒരു കടയിൽ ചെന്നപ്പോൾ ഇതേപോലത്തെ ഒരു ബോർഡ് കടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 25% ഡിസ്കൗണ്ട്, അതായത് 25% വില കുറവാണ് ആ കടയിൽ അല്ലേ? അത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു നോക്കിയാൽ, ശ്രീഷ ബോട്ട് ക്ലോത്ത്സ് വർത്ത് 3,500 rupees ഫ്രം ദിസ് ഷോപ്പ്. ശ്രീഷ എന്ത് ചെയ്തു? 3,500 രൂപയുടെ വസ്ത്രങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങി. ശ്രദ്ധിച്ച് വായിക്കണം. ചോദ്യം 1, 2, 3 പ്രാവശ്യം നന്നായിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ എന്താണ് മറ്റുള്ളത്? 3,500 രൂപയുടെ വസ്ത്രങ്ങൾ ശ്രീഷ ഈ കടയിൽ നിന്ന് വാങ്ങി. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഷുഡ് ഷീ പേ? അങ്ങനെയാണെങ്കിൽ എന്താണ്? ആ ശ്രീഷ എത്ര പൈസ ഈ 3,500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങിയപ്പോൾ എത്ര പൈസ അങ്ങോട്ട് കൊടുക്കണം? കടയ്ക്ക് കൊടുക്കണം അല്ലേ? അതായത് ഇവിടെ നോക്കിയാൽ 3,500 രൂപയുടെ വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ 3,500 രൂപ കൊടുക്കണോ? വേണ്ട. കാരണം എന്താണ്? ഇവിടെ 25% വിലക്കുറവുണ്ട് അല്ലേ? അപ്പോൾ അത് കഴിച്ച് ബാക്കി പൈസ കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു കഴിഞ്ഞു അല്ലേ? ഇപ്പം നോക്കിയാൽ 25% ആണ് അല്ലെ? 25% ആണെന്ന് ഇവിടെ നോക്കിയാൽ 3,500 രൂപയുടെ വസ്ത്രങ്ങളാണ് വാങ്ങിയത് അല്ലേ? ഇവിടെ 25% ഡിസ്കൗണ്ട്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? 100 രൂപയ്ക്ക് 25 രൂപ അല്ലേ? 100 രൂപയ്ക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ 25 രൂപ ഡിസ്കൗണ്ട്, കിഴിവ് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ 3,500 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയാലോ? നമ്മൾ എന്താ ചെയ്തത്? 3,500 എത്ര 100 ഉണ്ടെന്ന് നോക്കി അല്ലേ? അപ്പോൾ 2 പൂജ്യം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാൻ ഞാൻ പറഞ്ഞു. 100-ൽ 2 പൂജ്യം ക്യാൻസൽ ചെയ്ത് ബാക്കി എത്ര ഉണ്ട്? 35 100 ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു 100-ന് 25 രൂപ കുറവ് കിട്ടുകയാണെങ്കിൽ 35 100-ന് എത്ര കിട്ടും? 25 അല്ലേ? 25 രൂപ ഒരു 100-ന്. അപ്പോൾ 35 100-ന് 25 × 35 അല്ലേ? ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടി. മനസ്സിലായല്ലോ? അപ്പം 25 × 35 ഗുണിച്ചാൽ എത്ര കിട്ടും? ഒന്ന് ഗുണിച്ചു നോക്കി എല്ലാവരും. 875 അല്ലേ? 875 രൂപ അല്ലേ? അപ്പോൾ ഇത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി. ഇനി അപ്പോൾ എത്ര പൈസ കടയ്ക്ക് കൊടുക്കണം? ആകെ 3,500 രൂപ അല്ലേ? അപ്പോൾ 3,500-ൽ നിന്ന് 3,500 രൂപ കൊടുക്കണ്ട, പകരം ഈ 875 രൂപ കുറച്ച് ബാക്കിയുള്ള പൈസ കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 അല്ലേ? 5, 2 ബാക്കി 1 എടുത്തു അല്ലേ? അപ്പോൾ ഇവിടെ 6 വന്നു, പിന്നെ ഇവിടെ 2 വന്നു. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതേ രൂപത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് അല്ലേ? പിന്നീട് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് പിന്നീട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? എങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് 1-2 വഴികളൊക്കെ എഴുതിയിട്ട് നല്ല വൃത്തിയിലായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കി ഇവിടെ നോക്കിയാൽ ആക്ച്വൽ പ്രൈസ് ഓഫ് ക്ലോത്ത്സ് അല്ലേ? ആക്ച്വൽ പ്രൈസ് ഓഫ് ക്ലോത്ത്സ്, അതായത് വസ്ത്രങ്ങളുടെ യഥാർത്ഥ വില. അപ്പോൾ മലയാളം മീഡിയക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മലയാളത്തിൽ എഴുതുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ മലയാളത്തിൽ എഴുതാറില്ല, അത് ഞാൻ മലയാളത്തിൽ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതേപോലെ എഴുതിയെടുത്താൽ മതി. ഇപ്പം ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ പ്രൈസ് ഓഫ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളുടെ യഥാർത്ഥ വില. അപ്പോൾ വസ്ത്രങ്ങളുടെ ശരിക്കുള്ള വില എത്രയാണ്? 3,500 രൂപ അല്ലേ? അപ്പോൾ നമ്മൾ 3,500 അതെഴുതി. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 25% ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? ഡിസ്കൗണ്ട് ഉണ്ട് 25%. അപ്പോൾ നമുക്ക് അത് എഴുതാം. ഇവിടെ നോക്കിയും ഓഫർ പെർസെൻറ്റേജ് അല്ലേ? അതായത് ഓഫർ എന്ന് പറഞ്ഞാൽ വിലക്കുറവ് അല്ലേ? ഓഫർ. അപ്പോൾ വിലക്കുറവിൻ്റെ ശതമാനം. അപ്പോൾ വിലക്കുറവിൻ്റെ ശതമാനം എത്രയാണ്? ശതമാനം എത്ര വിലക്കുറവാണ്? 25% അല്ലേ? അപ്പോൾ നമുക്ക് 25%. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നീട് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്.
അപ്പോൾ നമുക്ക് മൊത്തം 3500 രൂപ അല്ല ശരിക്കുള്ള വില, അതിന് 25% ഡിസ്കൗണ്ട് ആണ്, അല്ലെ, വിലക്കുറവ് 25% ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കിയാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ചെയ്ത രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് അത് പിന്നീട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും ഇത്. അപ്പോൾ ആ രൂപത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ 25% എന്ന് പറഞ്ഞാൽ 100-ന് 25 അല്ലേ, 100 രൂപയ്ക്ക് 25 രൂപ കുറവാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ നോക്കിയാൽ 25/100. അപ്പോൾ 25% എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? 100 രൂപയ്ക്ക് എടുത്താൽ 25 രൂപ ഡിസ്കൗണ്ട് അല്ലേ. അപ്പോൾ 25/100 എന്ന് എഴുതി. അപ്പോൾ ഇനി എന്ത് എഴുതി? റിഡക്ഷൻ ഇൻ പ്രൈസ് അല്ലേ, അതായത് വിലയിലെ കുറവ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ 3500 രൂപയ്ക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഈ 25% കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 3500 രൂപയുടെ 25% എന്ന് പറഞ്ഞാൽ എത്ര വരും? നാം ഇവിടെ കണ്ടു അല്ലേ, എന്ത് ചെയ്തു? നമുക്കൊക്കെ 25 × 35, അതായത് ഇതിൽ 3500 എത്ര 100 ഉണ്ടെന്ന് നോക്കി. അപ്പോൾ 35 കിട്ടിയ 35-ന് നമ്മൾ 25 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 875 കിട്ടിയല്ലേ. ഇത് നമുക്ക് വേറെ മാർഗത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാൽ ഇതായിരിക്കും നിങ്ങൾക്ക് പിന്നീട് ചെയ്യാൻ വളരെ എളുപ്പം. നമുക്ക് 3500 രൂപയുടെ 25% കാണേണ്ടത് അല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? 3500 എഴുതി നോക്കിയാൽ 3500 അതിൻ്റെ എത്ര ശതമാനം കാണണം? അതിൻ്റെ 25% അല്ല, 100-ന് 25 ആണെങ്കിൽ 3500-ന് എത്രയാണെന്ന് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. അപ്പം 3500 ഇൻറ്റു വേറെ ഒന്നും ചെയ്യണ്ട, ഈ 25/100 അതേപോലെ എഴുതാം. 25/100 കണ്ട, മനസ്സിലായല്ലോ. അപ്പോൾ 3500, അപ്പോൾ ഇതിൻ്റെ 25% അല്ലേ. അപ്പോൾ 3500 എഴുതിയിട്ട് ഇൻറ്റു 25/100. ഇനി നോക്കിയാൽ ഈ 2 0 അടിയിലുണ്ട്, ഈ 2 0 മുകളിലുണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു? 35 × 25 എന്ന് വന്നു. ഇവിടെയും നമുക്ക് കിട്ടിയ ശരിയല്ലേ, 25 × 35 കണ്ടില്ലേ. അപ്പം ഇത് തന്നെയാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് ഓർഡർ ആക്കി ചെയ്യുന്നു, മനസ്സിലായില്ലേ. അപ്പം ചില കണക്കുകൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ഇവിടെ എന്താ ചെയ്തെന്ന് സ്റ്റെപ്പുകൾ ഓർമ്മയുണ്ടല്ലോ. ആദ്യം നമുക്ക് മൊത്തം ഇത്ര രൂപയാണ്, അതിൻ്റെ എത്ര ശതമാനം? 25%. 25% എന്ന് പറഞ്ഞാൽ 25/100 ആണ് അല്ലേ. ഇനി നമ്മൾ 3500 രൂപയുടെ 25% കാണുന്നു. അപ്പോൾ 3500 ഇൻറ്റു 25/100. ഇനി 15% ആണെങ്കിൽ എന്ത് ചെയ്യണം? 15/100. മനസ്സിലായല്ലോ. ഇനി 10% ആണെങ്കിലോ 10/100. അപ്പോൾ നമുക്ക് ഈ അടിയിൽ എത്ര 2 0 ഉണ്ട്, മുകളിൽ 2 0 ഉണ്ട്, രണ്ടിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 35 × 25 ഇവിടെ കിട്ടി, അതേപോലെ കിട്ടി അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? 35 × 25 നമ്മൾ ഗുണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് നിങ്ങൾ ഗുണിച്ച് നോക്കാം, എത്ര കിട്ടും? 875 കിട്ടി. അപ്പോൾ ഇവിടെ 875 രൂപ ഡിസ്കൗണ്ട് കിട്ടി അല്ലേ, കുറവ് കിട്ടി. അപ്പം പിന്നെ എത്ര പൈസ കൊടുക്കണം? ഈ 3500-ൽ നിന്ന് ഈ 875 കുറച്ചാൽ മതി അല്ലേ. ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, എമൗണ്ട് ടു ബി പെയ്ഡ്, അതായത് കൊടുക്കേണ്ട തുക. എത്ര രൂപ കൊടുക്കണം? 3500 രൂപ അല്ലെ. 3500 രൂപയിൽ നിന്ന് എത്ര കൊടുക്കണം? ശരിക്കും കൊടുക്കണം 3500 കൊടുക്കണം, പക്ഷേ 875 രൂപ ഡിസ്കൗണ്ട് കിട്ടിയല്ലേ. അപ്പം 3500-ൽ നിന്ന് 875 കുറച്ച് എത്ര കിട്ടും? 2625 രൂപ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്ര പൈസ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? ഏഞ്ചലോ ടോമി ബോറോഡ് 45,000 rupees ഫ്രം എ ബാങ്ക് അല്ലേ. അതായത് ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്ന് 45,000 രൂപ കടമെടുത്തു അല്ലെ. ബാങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൽ നിന്ന് കടം വാങ്ങി. എത്ര രൂപ? 45,000 രൂപ. ദി ഇൻട്രസ്റ്റ് ഈസ് 12%. അപ്പൊ അതിന്റെ പലിശ നിരക്ക് എത്രയാണ്? 12% പലിശ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ 1 year അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം, ഒരു കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കിയാലോ. അതെ, എത്ര രൂപയാണ് എടുത്തത്? 45,000 രൂപ എടുത്തു. എത്രയാണ് ഇൻട്രസ്റ്റ്? 12% ഇൻട്രസ്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി അല്ലേ. അത്രയും മതി അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര രൂപ എടുത്തു ബാങ്കിൽ നിന്ന്? എമൗണ്ട് അല്ലേ, എത്ര തുക എടുത്തു? എമൗണ്ട് എത്ര തുകയാണ് എടുത്തത്? 45,000 രൂപ. ഓക്കെ, 45,000 രൂപ കടമെടുത്തു അല്ലേ. ഇനി ഈ പലിശയുടെ നിരക്ക് അല്ലെ, ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ്? അപ്പൊ നമുക്ക് എഴുതാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, അതായത് പലിശയുടെ നിരക്ക്.
ഓക്കെ, പലിശ നിരക്ക് എത്രയാണ്? 12%, അല്ലേ? 12% പലിശ നിരക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു 12% എന്ന് പറഞ്ഞാൽ എന്താണ്? 100ന് 12 അല്ലേ? അപ്പോൾ 12/100 കണ്ടില്ലേ? 12% എന്ന് പറഞ്ഞാൽ 12/100, 100 രൂപയ്ക്ക് 12 രൂപ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതി. ഇനി പലിശയായിട്ട് എത്ര രൂപ പലിശ വന്നിട്ടുണ്ടായിരിക്കും? അതായത് ഇൻട്രസ്റ്റ്, അല്ലേ? ഇൻട്രസ്റ്റ് എത്ര വന്നിട്ടുണ്ട്? പലിശ, ഇൻട്രസ്റ്റ്, പലിശ, അല്ലേ? പലിശ എത്ര വന്നിട്ടുണ്ടായിരിക്കും? ഈ 45,000 രൂപയ്ക്ക് 12% പലിശ നമ്മൾ കാണണം, അല്ലേ? അപ്പം 100 രൂപയ്ക്ക് 12 രൂപ, അങ്ങനെയാണെങ്കിൽ 45,000 രൂപയ്ക്ക് എത്ര രൂപയാണെന്നാണ്, അല്ലേ? പലിശ വരാം. അപ്പം നമ്മളെങ്ങനെ ചെയ്ത് കഴിഞ്ഞ ചോദ്യത്തിൽ 45,000 എഴുതി ശ്രദ്ധിക്കുക, ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 12/100, അല്ലേ? 12/100 ഇതല്ലേ പലിശയുടെ റേറ്റ്, അല്ലേ? അപ്പോൾ 12/100 അതുകൊണ്ട് ഗുണിക്കുക, എത്രയേ ഉള്ളൂ. ഇനി നോക്കിയാൽ ഇവിടെ 2 പൂജ്യം, ഇവിടെ 2 പൂജ്യം, അല്ലേ? അപ്പം ഇതിന് 2 പൂജ്യം, ഇതിന് 2 പൂജ്യം നമ്മൾ ക്യാൻസൽ ചെയ്തു, അല്ലേ? ഇനിയിപ്പോൾ എത്ര വന്നു? 450 × 12. അപ്പം 450 × 12 എല്ലാവരും ഒന്ന് ഗുണിച്ച് നോക്കിയേ. അപ്പോൾ ഒരു ശ്രദ്ധിക്കാൻ നോക്കിയാൽ എളുപ്പത്തിന് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 450 × 12 ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പൂജ്യം തൽക്കാലം നമ്മളോട് മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? 45നെ 12 കൊണ്ട് ഗുണിക്കുക, അല്ലെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 10, 1 4, 4 × 2 8, 1 9, അല്ലേ? ഇനി 5 4, അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 0 4 5 ഇത് കിട്ടി, അല്ലേ? അപ്പോൾ 540 നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ പൂജ്യം മാറ്റി വെച്ചില്ലേ? ആ പൂജ്യം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 5400 കിട്ടി, അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടി നമുക്ക്? 5400. അപ്പോൾ 5400 രൂപ ഇൻട്രസ്റ്റ് ആയി, അല്ലേ? പലിശയായി. അപ്പം ഇനി എത്ര പൈസ മൊത്തം തിരിച്ച് അടക്കേണ്ടി വരും ബാങ്കിലേക്ക്, അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം എമൗണ്ട് ടു പേ ബാക്ക്, അതായത് തിരിച്ചടക്കേണ്ട തുക. മനസ്സിലായില്ലേ? എമൗണ്ട് ടു പേ ബാക്ക്, അതായത് തിരിച്ചടക്കേണ്ട തുക. തിരിച്ചടക്കേണ്ട തുക എത്ര വരും? ഈ 45,000 എടുത്തതുണ്ട്, അല്ലേ? 45,000 രൂപയും അതിൻ്റെ കൂടെ എത്ര രൂപ തിരിച്ചടക്കണം? ഈ പലിശയും കൂടി തിരിച്ചടക്കേണ്ട വരും, അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? 5400 കൂടി ആഡ് ചെയ്യണം, അല്ലേ? അപ്പോൾ പലിശയും കൂടി കൂട്ടി എത്ര കൊടുക്കേണ്ടി വരും? 00405, അല്ലേ? അപ്പോൾ എത്ര കൊടുക്കേണ്ടതെന്ന് നോക്കിയാൽ 50,400 റുപ്പീസ് ബാങ്കിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ 45,000 രൂപ എടുത്തപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എത്ര തിരിച്ചു കൊടുക്കേണ്ടി വരും? 50,400 രൂപ തിരിച്ചു കൊടുക്കണം. ചെയ്യുന്ന വിധം മനസ്സിലാവണില്ലേ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ചെയ്ത് തന്നെ പഠിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ റഫ് ബുക്ക് എടുത്തുകാരി ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലും നല്ല ഓർമ്മയിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ മറന്നു പോകും. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം? മേഹുൽ കോൺട്രിബ്യൂട്ട്സ് 8% ഓഫ് ഹിസ് ഏർണിങ്സ് ഈച്ച് മന്ത് ടു മെഡിക്കൽ എയ്ഡ് ഫോർ ദി പുവർ, അല്ലേ? അപ്പോൾ ചില നല്ല മനുഷ്യന്മാർ അങ്ങനെയാണ്. എന്താണ് മേഹുൽ ചെയ്യുന്നത്? മേഹുൽ ഓരോ മാസത്തിന് കിട്ടുന്ന വരുമാനം, ഓരോ മാസത്തിൽ വരുമാനം കിട്ടും. അതിൽ നിന്ന് 8%, എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 8% എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാവപ്പെട്ട ജനങ്ങളുടെ ചികിത്സ, അല്ലെ? അവരെ ചികിത്സിക്കാൻ വേണ്ടി അതിനു വേണ്ടി സംഭാവന കൊടുക്കാറുണ്ട്, അല്ലേ? അതായത് ഈ ചികിത്സാ സഹായം, അല്ലെ? ചികിത്സാ സഹായം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലേ? പാവപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് ചികിത്സിക്കാൻ, വലിയ വലിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഒരു സഹായ ഫണ്ട് ഉണ്ടാക്കും, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഫണ്ടിലേക്ക് മേഹുൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മാസവും. മനസ്സിലായോ? അല്ലാണ്ട് വല്ലപ്പോഴും കുറച്ച് കാശ് കൊടുക്കല്ല. മേഹുലിന് കിട്ടുന്ന ശമ്പളം എത്രയാണോ അതിൻ്റെ എന്ത് ചെയ്യും? 8% വെച്ച് കൃത്യമായിട്ട് ഓരോ മാസം കൊടുക്കും, അല്ലേ? അപ്പോൾ അയാൾ നല്ല മനുഷ്യനല്ലേ? തീർച്ചയായിട്ടും നല്ല മനുഷ്യനാണ്, അല്ലേ? അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആവണം, അല്ലേ? നിങ്ങളൊക്കെ വലുതായി ജോലിക്ക് കിട്ടുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം? നമ്മൾ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, നമ്മളെ തൊട്ടടുത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട നമ്മളെ കുടുംബങ്ങളിലുണ്ടാവും, അല്ലേ? അപ്പോൾ അവരൊക്കെ എന്ത് വേണം? അവർ പരമാവധി നമ്മൾ അവരൊക്കെ സഹായിക്കണം, അല്ലേ? നമുക്ക് കിട്ടുന്ന ആ ശമ്പളം കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ജോലിയൊക്കെ കിട്ടി അത്യാവശ്യം വരുമാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് വേണം? കുറച്ച് പൈസ അവർക്ക് വേണ്ടി നീക്കി വെക്കണം, അല്ലേ? ഓക്കെ, അപ്പോൾ മേഹുൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ഹിസ് ഇൻകം ദിസ് മന്ത് ഈസ് 75,000 റുപ്പീസ്. ഇനി മേഹുലിൻ്റെ ഈ മാസത്തെ വരുമാനം എത്രയാണ്? 75,000 രൂപയാണ്, അല്ലേ? അപ്പോൾ ഈ മാസം മേഹുലിന് 75,000 രൂപ വരുമാനം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ ദിസ് മന്ത്? ഈ മാസം മേഹുൽ എത്ര പൈസ ഈ പാവപ്പെട്ട ചികിത്സാ ഫണ്ടിലേക്ക്, പാവപ്പെട്ടവരുടെ ചികിത്സാ ഫണ്ടിലേക്ക് കൊടുക്കുമെന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പോൾ മേഹുലിന് ഈ മാസം 75,000 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ നമ്മുടെ വരുമാനവും കൂടും, പല തരത്തിൽ നമ്മുടെ വരുമാനം കൂടും. അപ്പോൾ അതുപോലെ മേഹുലിന് ഇപ്രാവശ്യം 75,000 രൂപ വരുമാനം കിട്ടി. അങ്ങനെയാണെങ്കിൽ മേഹുൽ എത്ര പൈസ ആ മാസം പാവപ്പെട്ടവരുടെ ചികിത്സാ ഫണ്ടിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കണം? ഇതാണ് ചോദ്യം.
ചോദ്യം പലതരത്തിൽ വന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് അല്ലേ. എമൗണ്ട് തന്നിട്ടുണ്ടാവും, പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ടാവും, ആ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക അല്ലേ. ആ എമൗണ്ടിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് ഏതാണെന്ന് നോക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചോദ്യം നമുക്ക് പലതരത്തിലും വരും. അപ്പോൾ ചോദ്യം വായിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മന്ത്ലി ഇൻകം അല്ലെ. മേഹുലിൻ്റെ മന്ത്ലി ഇൻകം. മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ വരുമാനം അല്ലേ. മാസ വരുമാനം. ഓക്കെ, മേഹുലിൻ്റെ മന്ത്ലി ഇൻകം എത്രയാണ്? 75,000 രൂപ അല്ലേ. 75,000 രൂപ. ഓക്കെ, ഇനി ഓരോ മാസം എത്ര ശതമാനം കൊടുക്കാറുണ്ട്? ഓരോ മാസം 8% കൊടുക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്തെന്ന് എഴുതാം? പേഴ്സൻറ്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ സംഭാവന അല്ലേ. അപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സംഭാവനയുടെ ശതമാനം. അപ്പോൾ എത്ര ശതമാനമാണ് സംഭാവന കൊടുക്കുന്നത്? 8% അല്ലേ. 8% ഓരോ മാസവും സംഭാവന കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം, 8% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8/100 അല്ലേ. 8/100. 8% എന്ന് പറഞ്ഞാൽ 8/100. 100ന് 8 രൂപ. അങ്ങനെയാണെങ്കിൽ 75,000 രൂപയ്ക്ക് എത്ര രൂപയാണെന്നാണ് ചോദ്യം അല്ലേ. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം കോൺട്രിബ്യൂഷൻ എമൗണ്ട്. കോൺട്രിബ്യൂഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ സംഭാവനയായി കൊടുക്കുന്ന തുക. അപ്പോൾ നോക്കിയാൽ കോൺട്രിബ്യൂഷൻ എമൗണ്ട്, അതായത് സംഭാവനയായിട്ട് കൊടുക്കുന്ന തുക അല്ലേ. എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഈ 75,000ൻ്റെ 8% അല്ലേ. അപ്പം എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? 75,000 എഴുതി, ഇനി എന്ത് ചെയ്യണം? 8%, 8/100 എഴുതിയിട്ട് അല്ലേ. അപ്പം ഇൻറ്റു 8/100. എന്ത് ചെയ്യാം? 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അല്ലേ. ബാക്കി 750 × 8. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 75നെ 8 കൊണ്ട് ഗുണിക്കുക അല്ലേ. 8 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ ഒരു 0, ഈ 0 അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 8 × 5 40 അല്ലേ. 0 ബാക്കി 4. 7 × 8 56, 4 60. അപ്പോൾ 600 നമുക്ക് കിട്ടി. ഇനി ഈ 0 എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ഇല്ലേ, ആ 0ൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ എത്ര വരും നമുക്ക്? =600 പിന്നെ ഈ 0, അതായത് 6,000. അപ്പോൾ ഈ മാസം എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 6,000 രൂപ ഈ പാവപ്പെട്ടവരുടെ ചികിത്സാ ഫണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ട് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.